കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓണേഴ്സ് ഡിഗ്രിയെക്കുറിച്ച് വിശദമായി ഡിസ്കസ് ചെയ്തല്ലോ. ആ സമയത്ത് കോഴ്സസിൻ്റെ വേരിയൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പ്രോഗ്രാംസിനെ കുറിച്ചും കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് BA പ്രോഗ്രാംസ്, BSc പ്രോഗ്രാംസ് അല്ലെങ്കിൽ BCom പ്രോഗ്രാംസ് എന്നൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ഡിസ്കഷൻ പോയിന്റ് എന്ന് പറയുന്നതും അതാണ്. Hello everyone, my name is Femina IK and welcome to Continuous Education Course Spotlight. ഓണേഴ്സ് ആണെങ്കിലും അപ്ലൈഡ് ആണെങ്കിലും ഇനി അല്ല വൊക്കേഷണൽ ആണെങ്കിലും ഒക്കെ തന്നെ അതിൻ്റെ കൂടെ സബ്ജക്റ്റ് കൂടെ മെൻഷൻ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ആ സബ്ജക്റ്റിൻ്റെ പേര് കൂടെ ഉണ്ടാവാറുണ്ട്. ബട്ട് പ്രോഗ്രാംസിൻ്റെ കേസിൽ വി ഡോണ്ട് സീ ദാറ്റ്. BA പ്രോഗ്രാംസ്, BSc പ്രോഗ്രാംസ് ഒക്കെ പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ പഠിക്കുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്? ഈ ഓണേഴ്സ്, വൊക്കേഷണൽ അല്ലെങ്കിൽ അപ്ലൈഡ് ഒക്കെ ആയി ഇതിനെന്ത് ഡിഫറൻസ് ആണുള്ളത്? എന്താണ് ശരിക്കും ഈ പ്രോഗ്രാംസ് എന്ന് പറയുന്നത്? നമുക്ക് നോക്കാം. ജനറലി പ്രോഗ്രാംസിൽ എംഫസൈസ് ചെയ്യുന്നത് ഇന്റർഡിസിപ്ലിനറി സ്റ്റഡീസ് ആണ്, റാദർ ദാൻ എ സിംഗിൾ സബ്ജക്റ്റ് ബേസ്ഡ് സ്പെഷ്യലൈസേഷൻ. അപ്പോൾ ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെയുള്ള ഓണേഴ്സ് പ്രോഗ്രാം പോലെ തന്നെ ഇതും 3 year കോഴ്സാണ്, ദാറ്റ് ഈസ് 6 semesters. CBCS അതായത് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റമാണ് DU പോലത്തെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികളൊക്കെ തന്നെ ഫോളോ ചെയ്യുന്നത്. അപ്പം എന്താണ് ഈ CBCS വിദ്യാർത്ഥികൾക്ക് അവരുടേതായ ചോയ്സിനനുസരിച്ചിട്ട് ഒരു കോഴ്സ്, ഒരു ഇലക്റ്റീവ്, അതുപോലെ തന്നെ സ്കിൽ ബേസ്ഡ് കോഴ്സ് ഒക്കെ തന്നെ ചൂസ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുന്നു എന്നതാണ്. അതായത് പ്രിസ്ക്രൈബ്ഡ് കോഴ്സസിൽ നിന്നിട്ടും അവർക്ക് വേണ്ട കോഴ്സസ്, ഇലക്റ്റീവ്സ് ആൻഡ് ഓൾസോ സ്കിൽ ബേസ്ഡ് കോഴ്സസ് ഒക്കെ തന്നെ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഓരോ സ്റ്റുഡൻസിനെയും അവരുടെ സബ്ജക്റ്റ് നോളജും അതുപോലെ തന്നെ സ്കിൽ സെറ്റും ഒക്കെ തന്നെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു വേദി കൂടെ ഇവിടെ ഒരുക്കി കൊടുക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം ഈ പ്രോഗ്രാം കോഴ്സുകളെ യുണീക്ക് ആക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് എ ലിബർട്ടി ഓഫ് ചോയ്സ്. എ സ്റ്റുഡൻറ്റ് മേ കമ്പൈൻ 2 courses ഓഫ് ദെയർ ചോയ്സ്. അപ്പോൾ ഇത് +2 കഴിഞ്ഞിട്ട് ഇനി ഏത് സബ്ജക്റ്റ് എടുത്ത് മുന്നോട്ട് പോകണം എന്ന കൺഫ്യൂഷനുള്ള സ്റ്റുഡൻസിനൊക്കെ തന്നെ ഒരു വൈഡർ സ്കോപ്പ് ഓഫ് എക്സ്പ്ലോറേഷൻ ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ എലമെൻറ്റ് എന്ന് പറയുന്നത് BA പ്രോഗ്രാമിൽ 2 core കോഴ്സസ് ഉണ്ട് എന്നതാണ്. ദീസ് ആർ ദ ഡിസിപ്ലിൻ സ്പെസിഫിക്കേഷൻ ദാറ്റ് ഫോം ദി ബേസ് ഓഫ് ദി ഡിഗ്രി. ഓരോ സ്റ്റുഡൻസിനും 2 ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സസ് ചൂസ് ചെയ്യണം. DUവിലൊക്കെ തന്നെ they offer a wide range of options for the same and we can say that there is no dearth of combinations here. ആദ്യത്തെ 4 സെമസ്റ്ററിൽ a student has to sit for 12 core based examinations. CBCS ഫോളോ ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസിൻ്റെ കേസിൽ we'll have to mention about AEC and SEC. AEC means Ability Enhancement Compulsory Course. The first year of graduation ഉള്ള പേപ്പറാണ്. സോ ഫ്രം സെമസ്റ്റർ ടു സെമസ്റ്റർ ദിസ് ചേഞ്ചസ്. അപ്പം ആദ്യത്തെ സെമസ്റ്ററിൽ ദി സ്റ്റുഡൻറ്റ് ഹാസ് ടു opt for a language course. Then second semester they will have environmental science as a paper. അപ്പോൾ DUവിലൊക്കെ ആണെങ്കിൽ തന്നെ സ്റ്റുഡൻസിന് ദേ ക്യാൻ ചൂസ് എമംഗ്സ് 3 languages. അപ്പോൾ കൂടുതൽ ലാംഗ്വേജസിൻ്റെ ഓപ്ഷൻസ് അവിടെ അവൈലബിൾ ആണ്. ഇനി ദെൻ കമ്മിങ് ടു SEC, അതായത് സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സിലേക്ക് നമ്മൾ വരുമ്പോൾ ഇത് 2nd year ഓഫ് ഗ്രാജുവേഷനിലുള്ള പേപ്പറാണ്. ഈ SEC ഇൻട്രൊഡ്യൂസ് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്ന് പറയണമെങ്കിൽ ഇറ്റ് ഈസ് ടു ഗിവ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ടു ദ സ്റ്റുഡൻസ് ഇൻ ദെയർ ചോസൻ സബ്ജക്ട്സ്. അപ്പോൾ DUവിൻ്റെ കേസിൽ സം ഓഫ് ദി കോമ്പിനേഷൻസ് ദേ പ്രൊവൈഡ് ഇൻ BA പ്രോഗ്രാംസ് ഇൻക്ലൂഡ് കോമ്പിനേഷൻസ് ഓഫ് ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, sociology, philosophy, psychology, geography. Then there is a combination of foreign language with any of the Indian languages, for example Sanskrit with history or geography. Then combinations of above mentioned courses along with nutrition, entrepreneurship or advertising, etc. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് അല്ലേ ഇതൊക്കെ തന്നെ. So to understand it better, let's take a look into DU's BA programs and its details. DUവിലെ BA പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ വിൽ ഹാവ് ടു റിമെമ്പർ ദാറ്റ് ഓരോ സ്റ്റുഡൻറ്റിനും 4 പേപ്പേഴ്സാണ്, അതായത് മിനിമം 4 പേപ്പേഴ്സാണ് ഓരോ സെമസ്റ്ററിൽ ഉണ്ടാവുക. പിന്നെ ഇംഗ്ലീഷ്, ഹിന്ദി എന്ന് പറയുന്നത് കമ്പൽസറി ലാംഗ്വേജ് പേപ്പേഴ്സാണ് ദാറ്റ് യു വിൽ ഹാവ് ടു സ്റ്റഡി. പിന്നെ സ്റ്റുഡൻസ് ഹു ഹാവ് സ്റ്റഡീഡ് ഇംഗ്ലീഷ് ടിൽ ക്ലാസ് 12. 12ാം ക്ലാസ് വരെ ഇംഗ്ലീഷ് പഠിച്ച കുട്ടികൾ വിൽ ഹാവ് ടു സ്റ്റഡി ഇംഗ്ലീഷ് A. പിന്നെ 10 വരെ ഇംഗ്ലീഷ് പഠിച്ചവർ ഇംഗ്ലീഷ് B എന്ന് പറയുന്ന പേപ്പറായിരിക്കും പഠിക്കുന്നത്. പിന്നെ ഹിന്ദി ക്ലാസ് 12 വരെ പഠിച്ചവരുണ്ടെങ്കിൽ ദേ വിൽ ഹാവ് ടു സ്റ്റഡി ഹിന്ദി A. പിന്നെ ക്ലാസ് 10 വരെ ഹിന്ദി പഠിച്ചവർ ദേ വിൽ ഹാവ് ടു സ്റ്റഡി ഹിന്ദി B.
പിന്നെ ക്ലാസ് 8 വരെയാണ് ഹിന്ദി പഠിച്ചതെങ്കിൽ ദേ വിൽ ഹാവ് ടു സ്റ്റഡി ഹിന്ദി സി. ഇനി ഇതല്ല, സ്റ്റുഡൻറ്റ് ഹാസ് നോട്ട് സ്റ്റഡിഡ് ഹിന്ദി ഇൻ സ്കൂൾ അപ്പ് അണ്ടിൽ ക്ലാസ് 8 എന്നാണെങ്കിൽ, അതായത് 8ാം ക്ലാസ് വരെ നമ്മൾ ഹിന്ദി പഠിച്ചിട്ടില്ല എന്നാണെങ്കിൽ ദേ വിൽ ഹാവ് ദി ഓപ്ഷൻ ഓഫ് സ്റ്റഡിങ് പേപ്പേഴ്സ് ഇൻ ഫിലോസഫി ഇൻ lieu ഓഫ് ഹിന്ദി. ഇനി സ്റ്റുഡൻസ് ഹു ഹാവ് ടേക്കൻ ദ കോമ്പിനേഷൻ ഓഫ് ഡിസിപ്ലിൻ ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ഓൾസോ വിൽ ബി സ്റ്റഡിങ് പേപ്പേഴ്സ് ഇൻ ഫിലോസഫി ഇൻ lieu ഓഫ് ഹിന്ദി. അപ്പം ഇന്നൊരു ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇത് സപ്പോർട്ട് ചെയ്യുന്ന നെസസറി ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊണ്ടിട്ടായിരിക്കണം സ്റ്റുഡൻസ് വരേണ്ടത്. പിന്നെ ഓരോ സ്റ്റുഡൻറ്റും ദേ വിൽ ഹാവ് ടു ചൂസ് 2 ഡിസിപ്ലിൻ പേപ്പേഴ്സ്. ആൻഡ് ഈ നമ്മൾ ഏത് ഡിസിപ്ലിൻ പേപ്പേഴ്സ് എടുക്കുന്നതോ അത് നമ്മുടെ ഈ 3 ഇയറിലെ ആ ഡ്യൂറേഷൻ, ദ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരെ നമുക്ക് മാറ്റാൻ പറ്റില്ല. ദ സ്റ്റുഡൻറ്റ് മസ്റ്റ് പെർസ്യൂ ദ സെയിം കോമ്പിനേഷൻ ആൻഡ് ഓൾ ദ 3 years. പിന്നെ ഓരോ ഡിസിപ്ലിനിലുള്ള സീറ്റ്സ് ലിമിറ്റഡ് ആണ്. ഇനിയിപ്പം നമ്മൾ ഓപ്റ്റ് ചെയ്ത ഒരു പെർട്ടിക്കുലർ കോഴ്സിൽ ഇപ്പോൾ 10ൽ കുറഞ്ഞ ആൾക്കാരാണ് ഉള്ളത് എങ്കിൽ ആ കോഴ്സ് ഓഫർ ചെയ്യപ്പെടില്ല. സോ ദേ ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 10 ആൾക്കാർ അല്ലെങ്കിൽ 10ൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ കോഴ്സസ് ഓഫർ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ പേപ്പർ കോഴ്സ് ഓഫർ ചെയ്യുള്ളൂ. പിന്നെ ഇനിയിപ്പോൾ ജർമ്മൻ നമുക്കൊരു ഡിസിപ്ലിൻ കോഴ്സായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് നോട്ട് ബി ഹാവിങ് പ്രയർ നോളജ് ഓഫ് ജർമ്മൻ. അതായത് ജർമ്മൻ പഠിക്കാത്തത്, ജർമ്മനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാർക്ക് മാത്രമേ ജർമ്മൻ ആസ് എ ഡിസിപ്ലിൻ കോഴ്സ് എടുക്കാൻ കഴിയുള്ളൂ. പിന്നെ യു മേ ചേഞ്ച് യുവർ SEC, അതായത് സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സ്, പിന്നെ GE generic elective course options in subsequent semesters. And also നമ്മൾ ഡിസിപ്ലിൻ 1 ഡിസിപ്ലിൻ 2 എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കാണാം. വി ഹാവ് എ ലോട്ട് ഓഫ് ഓപ്ഷൻസ് ഹിയർ. എക്കണോമിക്സ്, ഡിസിപ്ലിൻ 1 നോക്കുകയാണെങ്കിൽ വി ഹാവ് എക്കണോമിക്സ്, വി ഹാവ് ESB, വി ഹാവ് ജർമ്മൻ, മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻസ്. ഡിസിപ്ലിൻ 2 നോക്കുകയാണെങ്കിൽ വി ഹാവ് ESB, പൊളിറ്റിക്കൽ സയൻസ്, മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, സൈക്കോളജി, ഹിസ്റ്ററി. അതായത് നമ്മളിപ്പോൾ ഒരു ഡിസിപ്ലിൻ 1 എന്നും ഡിസിപ്ലിൻ 2 എന്നും ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ ഹാവ് economics with ESB, or economics with political science, or economics with mathematics, or economics with computer applications, also economics with psychology. അപ്പോൾ നമ്മൾ if you go through the page we can see there are a lot of combinations here. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ you can check out their page. ഇനി നമ്മൾ സെമസ്റ്റർ വൈസ് നോക്കുകയാണെങ്കിൽ വി ക്യാൻ സി BA പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ എന്ന് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ BA പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സെമസ്റ്റർ 1 ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കമ്പൽസറി ലാംഗ്വേജ് പേപ്പേഴ്സ് ഉണ്ട്. ദെൻ വി ഹാവ് ഡിസിപ്ലിൻ 1 ആസ് എ പേപ്പർ 1, ദെൻ ഡിസിപ്ലിൻ 2 ആസ് എ പേപ്പർ 1, ദെൻ AECC, ഇത് എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കമ്പൽസറി കോഴ്സാണ്. ഇതെന്തായാലും സ്റ്റുഡൻ്റ് എടുക്കേണ്ട ഒരു പേപ്പർ ആണ്. അപ്പം ഫസ്റ്റ് ഇയറിൽ മാത്രമാണ് ഈ AECC ൻ്റെ പേപ്പർ വരുന്നത്. സോ ഫസ്റ്റ് സെമസ്റ്ററിൽ ദേ വിൽ ഹാവ് എ ലാംഗ്വേജ് പേപ്പർ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് എടുക്കാം. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും കൂടുതലായിട്ട് 3 ലാംഗ്വേജസ് ആണ് വരുന്നത്. ബട്ട് ഇവിടെ ആസ് യു ക്യാൻ സി 2 ലാംഗ്വേജസ് ആണ് നമ്മൾ കാണുന്നത്. പിന്നെ സെക്കൻഡ് സെമസ്റ്ററിൽ ദേ വിൽ ഹാവ് ടു ടേക്ക് എൻവയോൺമെൻറ്റൽ സയൻസ്. പിന്നെ നമ്മൾ തേർഡ് സെമസ്റ്ററിലേക്ക് വരുന്ന സമയത്ത് അഗെയിൻ ദർ ഇസ് എ കമ്പൽസറി ലാംഗ്വേജ്, ഡിസിപ്ലിൻ 1 പേപ്പർ, ഡിസിപ്ലിൻ 2 പേപ്പർ. ബട്ട് അതിൻ്റെ കൂടെ തന്നെ SEC, അതായത് സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സ് കൂടെ ഉണ്ട്. അപ്പം ദീസ് ആർ ദ കോഴ്സസ് ബേസ്ഡ് അപ്പോൺ ദ കണ്ടൻസ് ദാറ്റ് ലീഡ് ടു നോളജ് എൻഹാൻസ്മെൻറ്റ്, സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സസ്. ആൻഡ് ദീസ് ആർ എയിംഡ് അറ്റ് പ്രൊവൈഡിങ് ഹാൻഡ് ഓൺ ട്രെയിനിങ്, കോമ്പിറ്റൻസീസ്, സ്കിൽസ് എക്സെട്ര. Students may choose an SEC paper from a range of courses on offer in each semester. ഇനി നമ്മൾ നമ്മുടെ സെമസ്റ്റർ 5 and 6ലേക്ക് വരുമ്പോൾ we have discipline specific elective, and this has to be in the same discipline studied as discipline 1 and 2. നമ്മൾ പ്രീവിയസ് സെമസ്റ്ററിൽ പഠിച്ച ഡിസിപ്ലിൻ 1ൻ്റെയും 2ൻ്റെയും അതേ കാറ്റഗറിയിൽ തന്നെ ആയിരിക്കും ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്റ്റീവും വരേണ്ടത്. ദെൻ വി ഹാവ് SEC, that the students may choose an SEC paper from a range of course offered in each semester. Then there is GE, generic elective, an elective course chosen generally from an unrelated discipline അല്ലെങ്കിൽ subject with an intention to seek exposure. This is an interdisciplinary paper. അപ്പം ഇതാണ് ഇവിടുത്തെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ BA പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ വിസിറ്റ് ദെയർ വെബ്സൈറ്റ് ആൻഡ് നോ മോർ അബൌട്ട് ഇറ്റ്. ദി ഓണേഴ്സ് പ്രോഗ്രാംസ്, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഓണേഴ്സ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഓണേഴ്സ് കോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് മെയിൻലി സ്റ്റാർട്ടിങ് 1 particular സബ്ജക്റ്റ്. ബാക്കിയുള്ളതൊക്കെ വി ആർ ലേണിംഗ് ആസ് എ സൈഡ് സബ്ജക്റ്റ്. ബട്ട് ഏറ്റവും കൂടുതൽ ഫോക്കസ് ഉണ്ടാവുക എന്നുള്ളത് ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സബ്ജക്റ്റിനായിരിക്കും. ബട്ട് നമ്മൾ BA പ്രോഗ്രാംസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ലൈക്ക് യു ആർ ലേണിംഗ് എ ലിറ്റിൽ ഓഫ് എവറിത്തിങ്. സോ നമുക്ക് വി ക്യാൻ സേ ദാറ്റ് ഈ BA പ്രോഗ്രാം പഠിക്കുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടെ ചാൻസസ് ഉണ്ട് എന്നുള്ളത് കമ്പയർഡ് ടു ഓണേഴ്സ്. ബിക്കോസ്
a little bit of everything ആണല്ലോ, നോട്ട് എ സിംഗിൾ സ്പെസിഫൈഡ് സബ്ജക്റ്റ്. ബട്ട് നമുക്കിനിയിപ്പം ഇതല്ല, അതൊരു സ്പെസിഫിക് സബ്ജക്റ്റ് എടുത്തിട്ട് മുന്നോട്ടേക്ക് പോകണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഓണേഴ്സ് ആണ് ഏറ്റവും ബെസ്റ്റ് ചോയ്സ്. ഇപ്പം നമുക്കൊരു സബ്ജക്റ്റ് എടുത്തിട്ട് അതിൽ തന്നെയാണ് കരിയർ വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓണേഴ്സ് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇനി അതല്ല, എന്നാൽ ഇനി അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലാത്ത, പഠിച്ച ശേഷം കരിയർ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ട് ഡിസിഷൻസ് എടുക്കാം എന്നാഗ്രഹിക്കുന്നവർക്ക് പ്രോഗ്രാം റിയലി വർക്ക്സ്. സിവിൽ സർവീസ് നോക്കുന്നവർക്ക് ഇത് നന്നാവും എന്നൊക്കെ പറയാറുണ്ട്. ബട്ട് സിവിൽ സർവീസ് എക്സാമിൻ്റെ ഒരു നേച്ചർ വെച്ചിട്ട് ഇറ്റ് ഡസൻറ്റ് റിയലി വർക്ക്. അപ്പോൾ 2 കോഴ്സസിനും അതിൻ്റേതായ കോൺസ് ആൻഡ് പ്രോസ് ഉണ്ട്. അപ്പോൾ when you are making a decision, really know your syllabus. So understand the syllabus better, make more clarity regarding your career goals and make informed decisions. നമ്മുടെ Prepwise-ൻ്റെ ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ള CCE, അതായത് കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ്റെ ഉദ്ദേശം ഇത് തന്നെയാണ്, ടു ഗിവ് യു മോർ ക്ലാരിറ്റി റിഗാർഡിംഗ് യുവർ ഡെസിഷൻസ് ഓൺ യുവർ കരിയർ ഓർ യുവർ സ്റ്റഡീസ് ആൻഡ് എവറിഥിങ്. അപ്പോൾ നിങ്ങൾ ഒരു ഒറ്റ എപ്പിസോഡും വിടാതെ എല്ലാം കാണുക. ഇന്ത്യയിലെ വിവിധ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പ്രോഗ്രാം എന്ന കോഴ്സ് വേരിയൻ്റ് ഒരുപാട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോഴ്സ് സ്പോട്ട്ലൈറ്റിൻ്റെ വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ ഓരോ പ്രോഗ്രാംസിനെ കുറിച്ചിട്ടും ഓരോ കോഴ്സസിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് കവർ ചെയ്യുന്നതായിരിക്കും. ഇത്തരം യൂണിവേഴ്സിറ്റികളിലേക്കുള്ള ഈ വർഷത്തെ അഡ്മിഷനിൽ വന്ന മാറ്റങ്ങൾ നിങ്ങൾ പത്രങ്ങളിലും മീഡിയകളിലും ഒക്കെ തന്നെ കണ്ട് അറിയുമായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് ആഗ്രഹമുള്ള കോഴ്സ് എടുത്തിട്ട് സബ്ജക്റ്റ് എടുത്തിട്ട് പഠിക്കണം എന്ന് ആഗ്രഹം താല്പര്യമുള്ളവരുണ്ടെങ്കിൽ CUCET എന്ന് പറയുന്ന എക്സാമിനേഷൻ, എൻട്രൻസ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്തേ മതിയാവുള്ളൂ. ഇറ്റ്സ് എ സെൻട്രൽ യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റ്. അപ്പം അത് ആ ഒരു എൻട്രൻസ് ടെസ്റ്റ് നിങ്ങൾ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു വിൽ ഹാവ് ടു ഹാവ് ഗുഡ് പ്രിപ്പറേഷൻസ്. അപ്പം നേരത്തെ തന്നെ അതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങിയാലേ നമുക്ക് CUCET ക്ലിയർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാകാം, അയ്യോ എങ്ങനെ ഞാൻ ഇതുമായി മുന്നോട്ട് പോകും, CUCETോ ആദ്യമായിട്ടാണല്ലോ കേൾക്കുന്നത്, എങ്ങനെയാണെന്നിപ്പോൾ ഈ ഒരു എക്സാമുമായിട്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ഡൗട്ട്സും ഇനി എന്തൊക്കെയൊക്കെ മാറ്റങ്ങൾ ചേഞ്ചസൊക്കെ വരുന്നുണ്ട് എന്നുള്ള ഡൗട്ട്സും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നതാണ്. ആൻഡ് ഓൾസോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട് കാര്യങ്ങളൊക്കെ, അതും നിങ്ങൾക്ക് നോക്കാം. ആൻഡ് ബിഫോർ ദാറ്റ് ലെറ്റ് മീ ടെൽ യു, അപ്പോൾ നിങ്ങൾ ഈ ഒരു എൻട്രൻസ് എക്സാം എന്ന് പറയുമ്പോൾ വളരെ കോമ്പറ്റീറ്റീവ് ആയിരിക്കും. അപ്പോൾ നേരത്തെ തന്നെ പ്രിപ്പറേഷൻ തുടങ്ങണമല്ലോ. അപ്പോൾ നമ്മുടെ Prepwise ഇതിന് ആയിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോച്ചിങ് കൊടുക്കുന്നുണ്ട്. സോ വി ഹാവ് വെരി ഗുഡ് എക്സ്പേർട്സ് ഇൻ ഡിഫറെൻറ്റ് സോ വി ഹാവ് എക്സ്പേർട്ട് ഫാക്കൽറ്റീസ്. അപ്പോൾ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞു തരുന്നതും ക്ലാസ് എടുക്കുന്നതും ഒക്കെ തന്നെ. ആൻഡ് CUCETയുടെ സിലബസ് ഒക്കെ തന്നെ വളരെ ഭംഗിയായിട്ടും മൊത്തം കവർ ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മൾ ഏതൊരു എൻട്രൻസിനും ഏറ്റവും കൂടുതൽ വേണ്ടത് പ്രാക്ടീസ് ആണല്ലോ. അപ്പോൾ പ്രാക്ടീസിന് വേണ്ടിയിട്ട് 5000-ലധികം ചോദ്യങ്ങളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാനുള്ളത്. ആൻഡ് ഓൾസോ പെട്ടെന്ന് കാര്യങ്ങൾ ക്വിക്കായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് യു ഹാവ് വാല്യൂ ആഡഡ് നോട്ട്സ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഡൗട്ട്സ് വരുന്നവർക്ക് അത് ക്ലിയർ ഒക്കെ ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ദ ഡൗട്ട്സ് ദാറ്റ് യു ഹാവ് റിഗാർഡിംഗ് ദ ഹോൾ തിങ് ഇസ് ഓൾസോ ക്ലിയർഡ് ബൈ യുവർ ഫാക്കൽറ്റി. പിന്നെ നിങ്ങളെ സപ്പോർട്ടിനൊക്കെ ആയിട്ട് നിങ്ങളുടെ മെൻറ്റോഴ്സ് ആയിട്ട് നമ്മുടെ മികച്ച സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങിയ മെൻറ്റോഴ്സ് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് CUCET ക്ലിയർ ചെയ്യണം, എൻ്റെ ഡ്രീം ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് പഠിക്കണം എന്നാഗ്രഹമുള്ളവർ മറക്കാതെ വേഗം ഫോൺ എടുത്തിട്ട് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ 2 നമ്പേഴ്സ് ഉണ്ട് ഇവിടെ, അപ്പോൾ നിങ്ങൾ മറക്കാതെ അതിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കത് കുറിച്ച് ഫുൾ ഡീറ്റെയിൽസൊക്കെ നല്ല വൃത്തിയിൽ തന്നെ പറഞ്ഞു തരും. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് നമ്മുടെ ആപ്പ് പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോർ വഴി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ യു ഡോണ്ട് റിയലി ഹാവ് ടു ബി ഫിസിക്കലി പ്രസൻറ്റ് ഫോർ ദ ക്ലാസ്. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് നിങ്ങളുടെ കംഫർട്ട് സോണിൽ തന്നെ ഇരുന്നിട്ട് ക്ലാസ്സസ് ഒക്കെ തന്നെ കേട്ട് CUCETക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ വീണ്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങളിതാ നോക്കുക. അപ്പോൾ നമ്മൾ ഇനി അടുത്ത എപ്പിസോഡിൽ ഓരോരോ കോഴ്സസിനെ കുറിച്ചും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഏത് സബ്ജക്റ്റാണ് അറിയേണ്ടത് അല്ലെങ്കിൽ ഇന്നൊരു ഏരിയനെ കുറിച്ച് അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ എല്ലാവരും കമൻറ്റിൽ അറിയിക്കുക. നിങ്ങളുടെ കമൻസൊക്കെ നമ്മൾ എന്നും നോക്കാറുണ്ട്. ആൻഡ് ഓൾസോ ഡു ചെക്ക് ഔട്ട് അവർ ചാനൽ, Prepwise ചാനൽ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഓൾസോ ഡു ഷെയർ അവർ വീഡിയോസ് ടു students and people who would find it very informative. And I hope that you all have a really good day. And this is Femina signing off.